ഇന്ന് നമ്മൾ ട്രാൻസ്ഫോർമറുകൾ എന്ന അപ്പാരറ്റസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രാൻസ്ഫോർമറുകൾ ഇലക്ട്രിക്കൽ ജനറേറ്ററുകൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രിക്കൽ ജനറേറ്ററുകൾ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നവയാണ്. പവർ ജനറേഷൻ എന്ന് വേണമെങ്കിൽ ജനറേറ്ററുകളുടെ കാര്യത്തിൽ നമുക്ക് വിശേഷിപ്പിക്കും. എന്നാൽ ട്രാൻസ്ഫോർമറുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു സബ്ഡിവിഷനിൽ വരുന്നതാണിത്. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ജനറേറ്ററുകൾക്ക് ഒരു റോട്ടർ സ്റ്റേറ്റർ എന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സ്റ്റേറ്ററുകൾ നിശ്ചലാവസ്ഥയിലിരിക്കുന്നത് മെഷീൻ്റെ, അതുപോലെ റോട്ടറുകൾ റൊട്ടേറ്റ് ചെയ്യുന്നവയാണ്. റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രൈം മൂവർ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് അതിനകത്ത് ജനറേഷൻ നടക്കുന്നത്. ശരിക്കും മെക്കാനിക്കൽ പവർ ഇലക്ട്രിക്കൽ പവറായി കൺവേർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ആ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മെഷീൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളാണ്. ട്രാൻസ്ഫോർമറുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന സബ്ഡിവിഷനിൽ വിധേയമായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അതൊരു സ്റ്റാറ്റിക് പീസ് ഓഫ് അപ്പാരറ്റസ് എന്നാണ് ട്രാൻസ്ഫോർമറിനെ കുറിച്ച് എപ്പോഴും റെഫർ ചെയ്യുന്നത്. സ്റ്റാറ്റിക് പീസ് ഓഫ് അപ്പാരറ്റസ് എന്ന് പറയാൻ കാര്യം ജനറേറ്ററുകളിൽ ഉള്ളതുപോലെയോ അല്ലെങ്കിൽ മോട്ടോറുകളിൽ ഇലക്ട്രിക്കൽ മോട്ടോറുകളിൽ ഉള്ളതുപോലെയോ കറങ്ങുന്ന ഒരു ഭാഗം ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ട്രാൻസ്ഫോർമറിൻ്റെ മുഴുവൻ ഭാഗവും അത് ചലനരഹിതമായിരിക്കുന്ന ഒരു രീതിയിലാണ്. ചലിക്കുന്ന യാതൊന്നും തന്നെ ട്രാൻസ്ഫോർമറുകളിലില്ല. അപ്പോൾ ചലനരഹിതമായിരിക്കുന്ന ട്രാൻസ്ഫോർമറുകൾ ശരിക്കും മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി അതിൽ ഒരു വൈൻഡിങ്ങിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും ഞാൻ ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് പറഞ്ഞു. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകളിൽ ഏതെങ്കിലും ഒരു കോയിലിലെ അനുഭവപ്പെടുന്ന ഫ്ലക്സ് വ്യത്യാസം തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന, ഒരു EMFനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ പ്രവണതയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തടുത്ത് രണ്ട് കോയിലുകൾ ഇരിക്കണം. അടുത്തടുത്ത് രണ്ട് കോയിലുകൾ ഇരിക്കുമ്പോൾ അവയ്ക്ക് ഒരു കോമൺ മാഗ്നറ്റിക് ഫീൽഡിൽ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു കോമൺ മാഗ്നറ്റിക് ഫീൽഡിലെ ഇൻഫ്ലുവൻസിൽ വളരെ അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകൾ, ഈ അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകൾ യാതൊരു കാരണവശാലും ഇലക്ട്രിക്കലി ലിങ്ക്ഡ് അല്ല, പക്ഷെ മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത് മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആകാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വൈൻഡിങ്ങുകളെയും ഒരു കോമൺ ഹൈ പെർമിയബിലിറ്റി ലോ റിലക്റ്റൻസ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് പാത്ത്, ഒരു മാഗ്നറ്റിക് കോറിൽ ആണിത് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കോമൺ മാഗ്നറ്റിക് കോറിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ഒരു കോമൺ മാഗ്നറ്റിക് പാത്ത് ഇൻഫ്ലുവൻസിലുള്ള രണ്ട് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള വൈൻഡിങ്ങുകളിൽ ഒരു വൈൻഡിങ്ങിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസം തൊട്ടടുത്തിരിക്കുന്ന രണ്ടാമത്തെ കോയിലിൽ ഒരു EMFനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനൻ, അതിനെയാണ് ആ ഒരു ആക്ഷനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മറ്റൊരു ഇൻഡക്ഷനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതുപോലെ സെൽഫ് ഇൻഡക്ഷനും ഉണ്ട്. അതായത് ഒരു കോയിലിൽ തന്നെ അനുഭവപ്പെടുന്ന ഫ്ലക്സ് വ്യത്യാസം അതിൻ്റെ സ്വന്തം ചുറ്റുകളിൽ വീണ്ടും പുതുതായി ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രവണതയാണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചില ഡിവൈസുകളും നമുക്കുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. എന്താണ് ട്രാൻസ്ഫോർമറിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഇലക്ട്രിക്കൽ ജനറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുക. അത് AC ഫോമിലായാലും DC ഫോമിലായാലും ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കോമൺ ആയിട്ട് പറയുന്നത് whenever the magnetic flux linking with a coil changes and EMF is induced in it എന്നാണ്. ഒരു കണ്ടക്ടറിലോ ആർമേച്ചറിലോ അഥവാ കോയിലിലോ തന്നെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ, കട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ വ്യത്യാസം വരുമ്പോൾ, ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ ആ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ അദ്ദേഹം പറഞ്ഞത്. ഇനി
ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു കോയിലിൽ അനുഭവപ്പെടുന്ന വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു EMFനെ ഇൻഡ്യൂസ് ചെയ്യുമെങ്കിൽ അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. തിരിച്ചുമാറാം, രണ്ടാമത്തെ കോയിലിൽ അനുഭവപ്പെടുന്ന ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആദ്യത്തെ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്താൽ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. അപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഇലക്ട്രിക്കൽ പവർ ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇലക്ട്രിക്കൽ പവർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സർക്യൂട്ട് ടു ദി അനദർ സർക്യൂട്ട്. ഇതിൽ ഒരു സർക്യൂട്ടിൽ നിന്നും ഇലക്ട്രിക്കൽ പവർ മറ്റൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഈ രണ്ട് സർക്യൂട്ടുകൾ എന്ന് പറയുന്നത് അത് ആ രണ്ട് വൈൻഡിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമറിന് പ്രധാനമായിട്ട് രണ്ട് കോയിലുകളാണ് വേണ്ടത്. ഒരു കോയിൽ മാത്രമുള്ള ട്രാൻസ്ഫോർമറുകളുണ്ട്, ഒന്ന് വൈൻഡിങ് ട്രാൻസ്ഫോർമർ. അപ്പോൾ ഞാൻ പറയുന്നത് ടു വൈൻഡിങ് ട്രാൻസ്ഫോർമറിന്റെ കാര്യമാണ്. അപ്പോൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോർമറിൽ ഒരു വൈൻഡിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി വൈൻഡിങ് എന്ന്, രണ്ടാമത്തെ വൈൻഡിങ്ങിനെ വിളിക്കുന്നത് സെക്കൻഡറി വൈൻഡിങ് എന്നാണ്. ഇവിടെ ചിത്രത്തിൽ ഒരു ട്രാൻസ്ഫോർമറിന്റെ ഒരു സെക്ഷൻ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു സെറ്റ് വൈൻഡിങ് ഇതാണ്, അത് പ്രൈമറി വൈൻഡിങ്. ഇത് രണ്ടാമത്തെ ഒരു സെറ്റ് വൈൻഡിങ്, അത് സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഇലക്ട്രിക്കലായിട്ട് കണക്ഷൻ ഇല്ല, ഇലക്ട്രിക്കലായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഒരു കോമൺ മാഗ്നറ്റിക് കോറിൽ അത് ലിങ്ക് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലിൽ ഈ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഒരു ഫ്ലക്സ് വ്യത്യാസം തീർച്ചയായിട്ടും ആ ഫ്ലക്സ് ഈ കോറിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് രണ്ടാമത്തെ കോയിലിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് പ്രൈമറി സർക്യൂട്ടിൽ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് മൂലം ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഈ കോമൺ മാഗ്നറ്റിക് കോറിൽ ഈ സ്റ്റീൽ കോറിൽ നേരത്തെ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ അടുത്തേക്ക് എത്തിപ്പെടുകയും ആ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ഉണ്ടായ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിനാൽ ഉണ്ടായ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പുറത്ത് ഒരു വോൾട്ടേജ് ഉണ്ടാക്കുന്നു. അതായത് when we apply an alternating voltage across the primary winding, that alternating voltage creates an alternating magnetic field here, and the entire amount of that alternating magnetic field is linked with the secondary winding, and the secondary winding itself has a new voltage or new induced EMF called mutually induced EMF. അത് ഇവിടെ ഒരു മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇലക്ട്രിക്കൽ പവർ ഈ സർക്യൂട്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് ഈ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരും. നമ്മളിപ്പോൾ റോഡ് സൈഡിലേക്ക് KSEB വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറിന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ എന്നാണ് പറയുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സാധാരണയായിട്ട് 11,000 വോൾട്ടേജാണ്, 11 kV. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ അതിന് വേണ്ടുന്ന വൈൻഡിങ്ങുകളും ആ വൈൻഡിങ്ങുകൾക്ക് അതിനനുസരിച്ചുള്ള 11 kV താങ്ങാനുള്ള ഇൻസുലേഷനും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു സർക്യൂട്ടാണ്. 11 kV ചെറിയ ടവറുകളിലോ മറ്റോ വഴിയാണ് ആ സർക്യൂട്ടിൽ നിന്ന് സബ്സ്റ്റേഷനുകളിൽ നിന്ന് വരുന്നത്. അതൊരു സർക്യൂട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന 11,000 വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിൽ നിന്ന് വരുന്നതാണ്. അതൊരു സബ്സ്റ്റേഷനിൽ നിന്നാണ് വന്ന് എത്തിച്ചേരുന്നത്. അതൊരു സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ നിന്നും ആ ട്രാൻസ്ഫോമറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി എന്ന് പറയുന്നത് 433 വോൾട്ട് എക്സാക്റ്റഡ്, അല്ലെങ്കിൽ നമ്മൾ 440 വോൾട്ട് എന്ന് വേണമെങ്കിലും പറയാം. സാധാരണ നമ്മൾ 11 kV ബാർ 415 വോൾട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വാട്ട് എവർ ദി നമ്പർ ഓഫ് ടൈംസ് പ്രൊവൈഡഡ് ഇൻ ദി സെക്കൻഡറി അതിനനുസരിച്ചായിരിക്കും സെക്കൻഡറിയിലെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. നമുക്കിപ്പോൾ 415 എന്ന് പറയാം. അപ്പോൾ ഇവിടെ 11,000 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 415 വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്ത് കിട്ടും. ആ 415 വോൾട്ടേജ് നമ്മൾ 3 ഫേസ് 4 വയർ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്കാണ് വരുന്നത്. അത് രണ്ടാമത്തെ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നിന്നും ഇലക്ട്രിക്കൽ പവർ വേറൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ അപ്ലൈ ചെയ്ത ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് 11,000 വോൾട്ടേജ് ആണെങ്കിൽ ആ 11,000 വോൾട്ടേജ് 11 kV അറ്റ് 50 ഹെർട്സ് ഫ്രീക്വൻസിയിലെ AC വോൾട്ടേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന വോൾട്ടേജ്
11 kV 50 ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വോൾട്ടേജ് ആണ് ഇവിടെ കൊടുത്തത്. ആ 11,000 വോൾട്ടേജ് അല്ലെങ്കിൽ 11 kV വോൾട്ടേജ് ട്രാൻസ്ഫോർമർ സെക്കൻഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വൈൻഡിങ്ങിലെ ആ സർക്യൂട്ടിലേക്ക് ഇപ്പോൾ അത് വന്നിരിക്കുന്നത് 415 വോൾട്ട് എന്നുള്ള രീതിയിലാണ്. 415 ഇപ്പോൾ 11 kV 415 വോൾട്ട് ആയിട്ട് കുറഞ്ഞു. 415 വോൾട്ട് ആയിട്ട് കുറയുമ്പോൾ ഇതിനനുസരിച്ചുള്ള കറണ്ട് അവിടെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ 11 kV-യിൽ 10 ആംപിയറിലാണ് നമ്മുടെ ഒരു പവർ നമ്മൾ കൊടുത്തത്. ഇപ്പോൾ 11 kV × 10 ആംപിയർ എന്ന് പറഞ്ഞാൽ 110 kVA. 110 kVA എന്ന് പറയുന്ന ഇൻപുട്ട് AC ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് വീക്ഷിക്കാം. അപ്പോൾ 110 kV ഇവിടെ കൊടുത്തപ്പോൾ ഇവിടെ 415 വോൾട്ടാണ് വന്നത്. അപ്പോൾ 415 വോൾട്ടാണ് ഇവിടെ വന്നതെങ്കിൽ ഈ 10 ആംപിയർ എന്നുള്ളത് ഈ ഇവിടെ 110 kVA കൊടുത്തെങ്കിൽ അവിടെയും 110 kVA തന്നെ വരണം. KVA ട്രാൻസ്ഫോമറിന് ലോസസ് ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ 110 kVA ഇൻപുട്ടായിട്ട് കൊടുത്തുവെങ്കിൽ ഇപ്പുറത്തും 110 kVA തന്നെ വരണം. അപ്പോൾ ആ 110 kVA ഇവിടെ 110 kVA ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I2, ഇവിടെ ഇപ്പോൾ I1 ഈസ് ഈക്വൽ ടു 110 kVA ഡിവൈഡഡ് ബൈ 415 വോൾട്ടേജ്. അപ്പോൾ ഇവിടുത്തെ I2 എന്ന് പറയുന്ന കറണ്ട് അതാണ്. അപ്പോൾ 110 kVA ബൈ 415 വോൾട്ടേജ്. 110 kVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇറ്റ് ഈസ് ഈക്വൽ ടു 110 × 1000 ഇത്രയും വോൾട്ടാണ്. അപ്പോൾ ഇത്രയും വോൾട്ട് ആംപിയർ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് കറണ്ട്. തീർച്ചയായിട്ടും 10 ആംപിയർ ആയിരിക്കില്ല അവിടുത്തെ കറണ്ട്, അത് എത്രയോ ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന്, അത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്നും ഇലക്ട്രിക്കൽ പവർ മറ്റൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി രണ്ട്, ഞാൻ പറഞ്ഞത് ഇവിടെ 50 ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് ഈ 110 kVA നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് ഇൻപുട്ടായി കൊടുത്തതെങ്കിൽ ഇവിടെയും തീർച്ചയായിട്ടും അത് 50 ഹെർട്സിൽ തന്നെ നിൽക്കും. 50 ഹെർട്സിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. 50 ഹെർട്സിൽ തന്നെയാണ്, 50 ഹെർട്സ് ഫ്രീക്വൻസിയിൽ തന്നെയാണ് 11 kV എന്ന വോൾട്ടേജ് 415 വോൾട്ടേജ് എന്ന രീതിയിലേക്ക് കുറഞ്ഞതും അതുപോലെ 10 ആംപിയർ എന്നുള്ളത് ഇത്രയും ഉയർന്ന ഒരു ആംപിയറിലേക്ക് വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമർ ചെയ്തത് എന്താണ്? ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്തു. അതങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്തിയില്ല. ട്രാൻസ്ഫോർമർ ഇലക്ട്രിക്കൽ പവർ, ആൾട്ടർനേറ്റിംഗ് പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ഇനി ഇവിടെ 11 kV വോൾട്ടേജ് 11,000 വോൾട്ടേജ് ആയിരുന്നു ഉള്ളത്. ഇവിടെ അത് 415 വോൾട്ടേജ് എന്ന ലെവലിലേക്ക് താഴ്ത്തി, വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കറണ്ട് 10 ആംപിയർ എന്നുള്ളത് ഇവിടെ എത്രയോ വലിയൊരു ആംപിയർ ആയിട്ട് ഉയർന്നു. അപ്പോൾ വോൾട്ടേജ് താഴ്ന്നപ്പോൾ കറണ്ട് ഉയർന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ട്രാൻസ്ഫോർമർ ഇലക്ട്രിക്കൽ പവർ ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് അങ്ങനെ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അനുസരിച്ച് ഫ്രീക്വൻസിയിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. അതുപോലെ അത് വോൾട്ടേജ് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യും. വോൾട്ടേജ് താഴ്ത്തുമ്പോൾ അടുത്ത സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് താഴ്ത്തുമ്പോൾ കറണ്ട് വരും. അതുപോലെ അടുത്ത സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് ഉയർത്തുമ്പോൾ കറണ്ട് തരും. അപ്പോൾ ഇത് 3 കാര്യങ്ങളാണ് ഒരു ട്രാൻസ്ഫോർമറിന്റെ ഫംഗ്ഷൻ. A transformer is a static piece of apparatus. It transfers electrical power in one circuit into electrical power in the another circuit. It transfers electrical power from one circuit to the other circuit without any change in the frequency. The transformer transfers electrical power from one circuit to another circuit. It does so without any change of frequency. And the transformer can also raise the voltage with a corresponding decrease of current, or the transformer can lower the voltage with an increase of current. അപ്പോൾ വോൾട്ടേജ് താഴ്ത്തുമ്പോൾ അത് കറണ്ടിനെ ഉയർത്തിയായിരിക്കും അപ്പുറത്തെ സർക്യൂട്ടിൽ വ്യത്യാസം നടത്തുന്നത്. അതുപോലെ തന്നെ അത് വോൾട്ടേജിനെ ഉയർത്തുകയാണെങ്കിൽ അപ്പുറത്തെ സർക്യൂട്ടിൽ കറണ്ട് താഴുകയും ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫോർമർ ഇലക്ട്രിക്കൽ പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക്
മാറ്റപ്പെടുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ പവർ മാറ്റപ്പെടുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസമൊന്നും തന്നെ വരുത്തുന്നില്ല. ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് വോൾട്ടേജിന് ഉയർത്താനോ താഴ്ത്താനോ ഉള്ള കഴിവ് ട്രാൻസ്ഫോർമറിനുണ്ട്. ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് താഴ്ത്തുമ്പോൾ കറണ്ട് ഉയരുകയും വോൾട്ടേജ് ഉയർത്തുമ്പോൾ കറണ്ട് താഴുകയും ചെയ്യും. ഇതാണ് ട്രാൻസ്ഫോർമറിൻ്റെ ഫംഗ്ഷൻ. ട്രാൻസ്ഫോർമറിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇനി ട്രാൻസ്ഫോർമറിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞപ്പോൾ വോൾട്ടേജ് ഉയർത്തുമ്പോൾ കറണ്ട് താഴുമെന്നും വോൾട്ടേജ് താഴ്ത്തുമ്പോൾ കറണ്ട് ഉയരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രാൻസ്ഫോർമർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 kVA ഇൻപുട്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻപുട്ട് 100 kVA, അങ്ങനെ ഒരു പവർ പ്രൈമറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 100 kVA എന്നുള്ളത് 10,000 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 10 kV ഇൻറ്റു 10 ആംപിയർ എന്ന് പറയുന്നതാണ് 100 kV. അപ്പോൾ 100 kVA ഇൻപുട്ട്, 10,000 വോൾട്ടേജ്, 10 ആംപിയർ എന്ന അളവിൽ നമ്മൾ ഇവിടെ വെച്ചു കൊടുത്തിരുന്നു. നമുക്ക് അവിടെ 100 വോൾട്ട് മതിയാണ്. 100 വോൾട്ട് മതി എങ്കിൽ എന്ത് ചെയ്തു? 10,000 വോൾട്ടേജ് 100 വോൾട്ടേജ്, 10,000 വോൾട്ടേജ് 100 വോൾട്ടേജ്, അതായത് 10,000 വോൾട്ടേജ് 100 വോൾട്ടേജ് ആയപ്പോൾ 100 മടങ്ങാണ് അത് കുറഞ്ഞത്. വോൾട്ടേജ് 100 മടങ്ങ് താഴ്ത്തി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കറണ്ട് 100 മടങ്ങ് ഉയർന്നിരിക്കും. അപ്പോൾ 10,000 വോൾട്ടേജ് 100 വോൾട്ടേജ് ആയിട്ട് മാറിയെങ്കിൽ തീർച്ചയായിട്ടും 10 ആംപിയർ എന്നുള്ളത് 1000 ആംപിയർ ആണ്. 10 ആംപിയർ എന്നുള്ളത് 100 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഉയർന്നിരുന്നു, കറണ്ട് താഴ്ന്നിരുന്നു. ഇവിടെ വോൾട്ടേജ് താഴ്ന്നിരിക്കുമ്പോൾ കറണ്ട് വരും. അപ്പോൾ 1000 × 100 എന്ന് പറയുന്നതാണ് 1000 × 100 എന്ന് പറയുന്നതാണ് 1000 × 100 is equal to 100 kV is equal to 3 volt ampere is equal to 100 kV. ഇവിടെയും 100 kV ഇൻപുട്ട്, ഇവിടെയും 100 kV ഔട്ട്പുട്ട്. ഇവിടെ 10 kV അഥവാ 10,000 വോൾട്ടേജ് 10 ആംപിയർ, ഇവിടെ 100 വോൾട്ടേജ് 1000 ആംപിയർ. ഇതിന് രണ്ടിനും കൂടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും 10, 100, 1000, 10,000, ലക്ഷം, 1,00,000 വോൾട്ട് ആംപിയർ. ഇവിടെ അത് തന്നെയാണ് 1,00,000 വോൾട്ട് ആംപിയർ. 1,00,000 വോൾട്ട് ആംപിയർ ഇൻപുട്ടായിട്ട് കൊടുത്തപ്പോൾ 1,00,000 വോൾട്ട് ആംപിയർ ഔട്ട്പുട്ടായിട്ട് പോയി. സർക്യൂട്ടിൽ നിന്ന് വേറെ സർക്യൂട്ടിലേക്ക് അത് പവർ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോർമർ എന്ന് വിചാരിക്കുമ്പോൾ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ ട്രാൻസ്ഫോർമറുകളും പ്രൈമറിയിൽ വെച്ചു കൊടുക്കുന്ന അത്രയും AC ഇൻപുട്ട് സെക്കൻഡറിയിൽ ഔട്ട്പുട്ടായിട്ട് തരുന്നില്ല. അതിൻ്റെ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫോർമർ എഫിഷ്യൻസി മിക്കവാറും 90% മുകളിൽ 95% നിൽക്കുന്നത്. അപ്പോൾ ഈ 5% വരുന്ന ലോസസ് ട്രാൻസ്ഫോർമറിന് മീറ്റ് ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സെക്കൻഡറിയിൽ കിട്ടുന്ന പവർ അതിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് കുറച്ച് kVA കുറഞ്ഞു. ഇനി ട്രാൻസ്ഫോർമറിന്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോർമറിന്റെ ഒരു ഫങ്ഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഒരു ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പവർ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. അതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ അത് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ട്രാൻസ്ഫോർമർ ഈ കാര്യം ചെയ്യുന്നത്. ഇനി 3, ഫ്രീക്വൻസിയിൽ വ്യത്യാസവും ഒന്നും വരുത്തുന്നില്ല. No change of frequency. The transformer transfers electrical power from one circuit to another. It does so with the basic principle of electromagnetic induction. The basic principle of electromagnetic induction. Specifically, it is mutual induction.
Then the transformer transfers electrical power in one circuit to another circuit, but it does not change the frequency. No change of frequency. Action ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പവർ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നില്ല. ഇൻപുട്ടിന്റെ ഇൻപുട്ട് വോൾട്ടാമ്പിയർ അല്ലെങ്കിൽ ഇൻപുട്ട് ഓൾട്ടർനേറ്റിംഗ് പവറിന്റെ അതേ ഫ്രീക്വൻസിയാണ് അത് ഔട്ട്പുട്ടിലെ വോൾട്ടാമ്പിയറിൽ തരുന്നത്. മൂന്ന് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. മ്യൂച്വൽ ഇൻഡക്ഷൻ, ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നില്ല. നാലാമതൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ട്രാൻസ്ഫോർമറിന്റെ രണ്ട് സർക്യൂട്ടുകൾ, ഒരു സർക്യൂട്ടിൽ നിന്ന് വേറൊരു സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ ഈ രണ്ട് സർക്യൂട്ടുകളും എപ്പോഴും ഒരു ഇൻഡക്റ്റീവ് കപ്ലിങ്ങിലായിരിക്കും. ഒരു ഇൻഡക്റ്റീവ് കപ്ലിങ്ങിൽ, ഒരു കോമൺ മാഗ്നറ്റിക് ഇൻഡക്റ്റീവ് കണക്ഷൻ രണ്ട് വൈൻഡിങ്ങിന് ഉണ്ടായിരിക്കും. ഇപ്പോൾ ട്രാൻസ്ഫോർമർ എപ്പോഴും അതിന് രണ്ട് വൈൻഡിങ് ഉണ്ടായിരിക്കണം. അതുപോലെ ഈ രണ്ട് വൈൻഡിങ്ങുകളും ഒരു കോമൺ മാഗ്നറ്റിക് ഫീൽഡിൽ മ്യൂച്വലി കണക്റ്റഡ് ആയിരിക്കണം. ആക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും. അതുപോലെ ഒരു സർക്യൂട്ടിൽ നിന്ന് രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെയിം തന്നെ ആയിരിക്കും. ഒരേ ഫ്രീക്വൻസി ഏതാണോ ഇൻപുട്ട് സർക്യൂട്ടിൽ സ്വീകരിച്ച സപ്ലൈയുടെ ഫ്രീക്വൻസി അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന. വ്യത്യസ്തങ്ങളായ വോൾട്ടേജും കറണ്ടുമായിരിക്കും, ഫ്രീക്വൻസി വ്യത്യാസം ഇല്ലാതെ കിട്ടും. ഇനി ട്രാൻസ്ഫോർമറിലെ കൺസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അവ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആണ് വരുന്നത്. രണ്ട് ടൈപ്പ് കൺസ്ട്രക്ഷനാണ് പുതുതായി അവലംബിക്കുന്നത്. ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ചില കൺസ്ട്രക്ഷൻ രീതികളിലൂടെ അവലംബിച്ചിട്ടുണ്ട്. എങ്കിലും ബേസിക്കലി രണ്ട് ടൈപ്പ് കൺസ്ട്രക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾ, രണ്ട് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾ. കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾ, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾ. ഓക്കെ, ഇനി ഈ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾക്കും വളരെ കോമൺ ആയി ഉണ്ടായിരിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ട്രാൻസ്ഫോർമർ കോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണോ ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണോ എന്ന് നോക്കുന്നതിന് മുമ്പ് കോമൺ ആയിട്ട് ഇവയ്ക്ക് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ടു സെറ്റ് ഓഫ് വൈൻഡിങ്സ്, രണ്ട് a laminated steel core. A transformer, either it is core type or it is a shell type one. It must consist of basically two components. That is, the first component is two set of windings. Second, a laminated steel. The two set of windings എന്ന് ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഇതിന്റെ രണ്ട് സെറ്റ് ഓഫ് വൈൻഡിങ് എന്ന് ഞാൻ പറഞ്ഞത് ഇതിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ്. അപ്പോൾ രണ്ട് സെറ്റ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈമറി വൈൻഡിങ് ആയിരിക്കും, മറ്റൊന്ന് സെക്കൻഡറി വൈൻഡിങ് ആയിരിക്കും. ഇതിൽ പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കാൻ കാര്യം നമ്മുടെ കൈവശമുള്ള വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ KVA റേറ്റിംഗ് കയ്യിലുണ്ടായിരിക്കും. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ഒരു പർട്ടിക്കുലർ KVA റേറ്റിംഗ്, ഒരു പവർ നമ്മുടെ കയ്യിലുണ്ട്. അതൊരു പർട്ടിക്കുലർ വോൾട്ടേജിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരു സബ്സ്റ്റേഷനിൽ വരുന്ന ഒരു 100 KVA ഓൾട്ടർനേറ്റിംഗ് പവർ, ആ 100 KVA പവർ അത് 11,000 വോൾട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കറണ്ട് 100 KVA ആണ് മൊത്തം ഇൻപുട്ട്, അത് 50 ഹെർട്സിലാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഒരു വൈൻഡിങ്ങിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്, നമ്മുടെ കൈവശമുള്ള അവൈലബിൾ വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിനെ പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കുന്നു. നമുക്ക് വേണ്ടത് 415 വോൾട്ടാണ് അടുത്ത സെക്കൻഡറിയിൽ നിന്ന്. അപ്പോൾ സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് 415 വോൾട്ട് ആണ് ആവശ്യം എങ്കിൽ ഈ 415 വോൾട്ട് 11,000 വോൾട്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന ഭാഗത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി വൈൻഡിങ്ങിൽ കുറവായിരിക്കും. അതനുസരിച്ചാണ് അതിൽ നിന്നും 415 വോൾട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ച് 100 KVA ആയതുകൊണ്ട് ഇവിടുത്തെ
ആംബിയർ റേറ്റിംഗ് എത്രയായിരുന്നു അതിന്റെ എത്രയോ മടങ്ങ് ആംബിയർ റേറ്റിംഗ് അവിടെ കൂടും. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ വലിയ വ്യത്യാസം വരുത്താതിരിക്കാൻ എഫിഷ്യൻസിയായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമായിരുന്നു. പണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ വലിയ വ്യത്യാസം വരാണ്ടിരിക്കാനുള്ള ആ ഒരു രീതിക്ക് അവിടെ കറണ്ട് എത്രയോ മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് കറണ്ടിൽ അവിടെ കിട്ടും. അപ്പോൾ അവിടെ കറക്റ്റ് ഫ്രീക്വൻസി ഇവിടെ കൊടുത്ത അതേ ഫ്രീക്വൻസി തന്നെയാണ് അവിടെയും കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്ന് നമുക്ക് അവൈലബിൾ നമ്മുടെ റിക്വേർഡ് വോൾട്ടേജ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവൈലബിൾ വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിന് പ്രൈമറി വൈൻഡിങ്ങിൽ നിന്നും റിക്വേർഡ് വോൾട്ടേജ് എടുക്കുന്ന വൈൻഡിങ്ങിന് നമ്മൾ സെക്കൻഡറി വൈൻഡിങ് എന്നും പറയുന്നു. ദി വൈൻഡിങ് ഇൻ വിച്ച് ദി അവൈലബിൾ വോൾട്ടേജ് ഈസ് കണക്റ്റഡ് ഈസ് ദ സോ കാൾഡ് പ്രൈമറി വൈൻഡിങ് ആൻഡ് ദി വൈൻഡിങ് ഫ്രം വെയർ ദി റിക്വേർഡ് voltage is taken out, that is called the secondary winding. So there are two sets of winding that is essentially in a two winding transformer. It consists of two set of winding and secondly a laminated steel core. The two sets of windings are wound on either side of the limbs or both of the two windings are wound on each ലിം. അങ്ങനെയും വരാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമർ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ ആണെങ്കിൽ അതിലെ പ്രൈമറി വൈൻഡിങ്ങുകൾ ഒരു ലിമ്പിലും സെക്കൻഡറി വൈൻഡിങ് മറ്റൊരു ലിമ്പിലുമായിട്ടാണ് വൈൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. എന്നാൽ പ്രാക്ടിക്കലി അങ്ങനെയല്ല. രണ്ട് വൈൻഡിങ്ങുകളും പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും രണ്ട് ലിമ്പിലും കണക്ട് ചെയ്യുന്ന രണ്ട് ലിമ്പിലും വൈൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോർമറിൽ അവലംബിക്കുന്നത്. അതിന് ഇന്റർലീവ്ഡ് വൈൻഡിങ് ട്രാൻസ്ഫോർമർ എന്നാണ് പറയുന്നത്. അത് ലീക്കേജ് ഫ്ലക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിന്റെ ഒരു ലിമ്പിൽ പ്രൈമറി വൈൻഡിങ്ങും മറ്റേ ലിമ്പിൽ സെക്കൻഡറി വൈൻഡിങ്ങും വൈൻഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്തായിരുന്നാലും രണ്ട് സെറ്റ് വൈൻഡിങ് രണ്ട് ലിമ്പുകളിലായിട്ടായിരുന്നാലും അവ ഒരേ ലിമ്പിൽ രണ്ട് സെറ്റ് വൈൻഡിങ്ങുകൾ അക്കോമഡേറ്റ് ചെയ്താൽ പോലും ഈ രണ്ട് വൈൻഡിങ്ങുകൾ തമ്മിൽ ഇലക്ട്രിക്കലി അത് യാതൊരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആയിരിക്കും. രണ്ട് വൈൻഡിങ്ങുകൾ തമ്മിൽ ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആയിരിക്കും. രണ്ട് വൈൻഡിങ്ങുകളും കോറും തമ്മിലും ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആയിരിക്കും. അവ ഇൻസുലേറ്റ് ചെയ്തിരിക്കും. അവ തമ്മിൽ യാതൊരു ഇലക്ട്രിക്കൽ കണക്ഷനും ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പോൾ വൈൻഡിങ്ങും തമ്മിലും ഇൻസുലേറ്റ് ചെയ്തിരിക്കും. അതുപോലെ വൈൻഡിങ്ങും കോറും തമ്മിലും ഇൻസുലേറ്റ് ചെയ്തിരിക്കും. ഇനി ഈ രണ്ട് സെറ്റ് വൈൻഡിങ്ങിന് ഉണ്ടായിരിക്കേണ്ട പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇവയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന പ്രത്യേകത ഹൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. A transformer essentially consists of two sets of winding. The two set of windings are insulated to one another, and the windings are also insulated from the core. The essential feature of the two set of winding is it should have a high mutual inductance. രണ്ട് കോയിലുകൾക്ക് ഹൈ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോയിലുകൾ ഒരു കോമൺ മാഗ്നറ്റിക് ഫ്രെയിമിൽ തന്നെയാണ് എന്ന് വിചാരിക്കാം. ഒരു കോമൺ മാഗ്നറ്റിക് കോറിൽ അത് മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആയിരിക്കുന്ന അടുത്തടുത്ത് സാമീപ്യം ഉള്ള കോയിലുകൾ ഇരിക്കുമ്പോൾ അത് ഒരു കോയിലിൽ സ്വതസിദ്ധമായിട്ട് ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തത് കൊണ്ട് സംഭവിച്ച വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കോർ വഴി തൊട്ടടുത്ത കോയിലിലേക്ക് ലിങ്ക് ചെയ്യുകയും ആ ഫ്ലക്സ് വ്യത്യാസം രണ്ടാമത്തെ കോയിലിൽ ഒരു EMF ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന്. ആ ആക്ഷൻ സ്വായത്തമാകണമെങ്കിൽ അത് 100% ഫലപ്രദമായി സംഭവിക്കണമെങ്കിൽ ഒരു കോയിലിലെ ഫ്ലക്സ് വ്യത്യാസം രണ്ടാമത്തെ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കണമെന്ന് ഉറപ്പുണ്ടായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കോയിലുകൾക്കും ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന ആക്ഷന് വിധേയമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഹൈ മ്യൂച്വൽ ഇൻഡക്ഷനുള്ള രണ്ട് കോയിലുകൾ അടുത്തടുത്തിരിക്കുമ്പോൾ ഒരു കോയിലിലെ ഫ്ലക്സ് വ്യത്യാസം രണ്ടാമത്തെ കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫോർമർ അത് കോർ ടൈപ്പ് ആയിരുന്നാലും ഷെൽ ടൈപ്പ് ആയിരുന്നാലും അവയ്ക്ക് പ്രധാനമായിട്ടും വേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ ഒന്ന് രണ്ട് സെറ്റ് വൈൻഡിങ് ആണ്. ഈ രണ്ട് സെറ്റ് വൈൻഡിങ്ങുകൾ തമ്മിൽ ഇൻസുലേറ്റ് ചെയ്തായിരിക്കും. അതുപോലെ രണ്ട് സെറ്റ് വൈൻഡിങ്ങും അത് വൈൻഡ് ചെയ്യുന്ന കോറും തമ്മിലും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ട് സെറ്റ് വൈൻഡിങ്ങുകൾക്കും ഉണ്ടായിരിക്കേണ്ട പ്രത്യേകത ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉള്ള കോയിലുകളാണ് രണ്ട്.
രണ്ട് കോയിലുകൾക്കും ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കും. അടുത്ത കോർ, സ്റ്റീൽ ലാമിനേറ്റഡ് കോർ. അപ്പോൾ ലാമിനേറ്റഡ് കോർ എന്ന് പറയുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട്, കോർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ DC ജനറേറ്ററിൻ്റെ കാര്യത്തിലും ആർമേച്ചർ കോർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അയൺ പാർട്ടുകൾ ഒക്കെ ലാമിനേറ്റ് ചെയ്യുന്നത് ഈ അയൺ പാർട്ടുകളിൽ അൺനെസസറി എഡി കറണ്ട്, എഡി കറണ്ട് പല ഉപയോഗങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എഡി കറണ്ട് പലയിടത്തും. പക്ഷേ മെഷീനുകളെയും ട്രാൻസ്ഫോർമറുകളെയും സംബന്ധിച്ചിടത്തോളം എഡി കറണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് അവയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർക്കുലേഷനുമൊക്കെ പവർ ലോസിനെ കാരണമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പവർ ലോസ് പൂർണ്ണമായിട്ട് എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ പറ്റില്ല, എന്നാലും ഒരു പരിധിവരെ അത് മിനിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിനായിട്ട് ഈ സ്റ്റീൽ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ അയൺ സ്ട്രക്ചറുകൾ, കോർ സ്ട്രക്ചറുകൾ ലാമിനേറ്റ് ചെയ്യും. അതുപോലെ ഇവിടെ ട്രാൻസ്ഫോമർ കോറിൻ്റെ ഈ കോർ സ്ട്രക്ചറും ലാമിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ ലാമിനേറ്റ് ചെയ്ത അയൺ കോറാണ്. ഈ ലാമിനേറ്റ് ചെയ്ത അയൺ കോറിൻ്റെ ഒരു ലിംബിലോ അല്ലെങ്കിൽ രണ്ട് ലിംബിലുമായിട്ടുമാണ് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങുകൾ വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലാമിനേറ്റഡ് സ്റ്റീൽ കോർ എന്ന് പറയാൻ കാര്യം, ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് ടു റിഡ്യൂസ് എഡി കറണ്ട് ലോസ്. എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീൽ കോർ. ആ സ്റ്റീൽ കോറിൻ്റെ രണ്ട് ലിംബുകളിലുമായിട്ടാണ് ഈ വൈൻഡിങ്ങുകൾ നമ്മൾ വൈൻഡ് ചെയ്ത് വയ്ക്കുന്നത്. ഇതാണ് ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ച് അറിയേണ്ടത്. ഇനി ഈ സ്റ്റീൽ കോർ ലാമിനേറ്റ് ചെയ്തിരിക്കണമെന്നുള്ളത് ഒരു പ്രധാന റൂളാണ്. അപ്പോൾ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ കോറിൽ ഉണ്ടാകാവുന്ന മറ്റു ചില ലോസുകളുണ്ട്. ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ട്. കോർ ലോസ് ട്രാൻസ്ഫോർമറിന്റെ പ്രധാനപ്പെട്ട രണ്ട് ലോസുകൾ, ഒന്ന് വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസാണ്. രണ്ട് വൈൻഡിങ്ങിൽ, പ്രൈമറി വൈൻഡിങ്ങിൽ പ്രൈമറി കോപ്പർ ലോസ്, സെക്കൻഡറി വൈൻഡിങ്ങിൽ സെക്കൻഡറി കോപ്പർ ലോസ്. അങ്ങനെയുള്ള കോപ്പർ ലോസ് ആണ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് മൂലം സംഭവിക്കുന്ന പവർ ലോസ്. അത് ട്രാൻസ്ഫോർമറിന്റെ പ്രധാനപ്പെട്ട ലോസുകളിൽ ഒന്നാണ്. പിന്നെ ട്രാൻസ്ഫോർമറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലോസ് എന്ന് പറയുന്നത് അയൺ ലോസ് ആണ്. അയൺ ലോസിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ എഡി കറണ്ട് ലോസും അതുപോലെ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്ന ഒരു ലോസ് കൂടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് അയൺ സ്ട്രക്ചറുകളിൽ ആൾട്ടർനേറ്റീവ് ഫ്ലക്സിന്റെ ആ ഒരു ഫ്ലക്സ് റിവേഴ്സൽ മൂലം സംഭവിക്കുന്ന ഒരു ലോസാണ് ഹിസ്റ്റെറിസിസ് ലോസ്. ഈ ഹിസ്റ്റെറിസിസ് ലോസും കുറയ്ക്കേണ്ട കാര്യമാണ്. എഡി കറണ്ട് ലോസ് കുറയ്ക്കാനായി അത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ സ്റ്റീൽ കോറിനെ പുറത്ത് സംഭവിക്കാവുന്ന ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ കോർ ഹൈ സിലിക്കൺ കണ്ടന്റ് ആയിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻ എന്ന് പറയുന്ന ആ മെറ്റീരിയലാണ് ഈ കോർ മാനുഫാക്ചറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമർ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻ, ട്രാൻസ്ഫോമർ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻ. ട്രാൻസ്ഫോമർ കോർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ട്രാൻസ്ഫോമർ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻ. അപ്പോൾ ട്രാൻസ്ഫോമർ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് വരെ, എത്രയാണോ അത്രയും പെർസെൻറ്റേജ് വരെ സിലിക്കൺ കൂടെ ചേർക്കും. ഹൈ സിലിക്കൺ കണ്ടന്റ് ആയിരിക്കും. ഹൈ സിലിക്കൺ കണ്ടന്റ് ആകുമ്പോൾ അതിൻ്റെ പെർമിയബിലിറ്റി കൂടും. ട്രാൻസ്ഫോമർ ഷീറ്റ് സ്റ്റീലിൻ്റെ പെർമിയബിലിറ്റി കൂടും. അപ്പോൾ ഹൈ പെർമിയബിലിറ്റി ഉള്ള ഒരു സ്റ്റീൽ കോർ ആയിരിക്കും. ഹൈ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ കണ്ടക്ടിവിറ്റി എന്നാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കാര്യത്തിൽ നമുക്കെടുക്കും. അപ്പോൾ ഒരു കോർ, ഒരു അയൺ കോർ ഹൈ പെർമിയബിലിറ്റി ഉള്ളതാണെങ്കിൽ ആ അയൺ കോറിന്റെ പുറത്തൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ട്രാവൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പാസേജ് വളരെ ഈസി ആയിട്ട് സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഹൈ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ കണ്ടക്ടിവിറ്റി മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മളൊരു ഇലക്ട്രിക് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് മിനിമൈസ് ചെയ്യുന്നത് പോലെ, കണ്ടക്ടിവിറ്റി കൂട്ടുന്നത് പോലെ, ഒരു ഇലക്ട്രിക് കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത് പോലെയാണ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഇതുപോലെ സ്റ്റീൽ കോറുകൾ, ഇങ്ങനെയൊക്കെയുള്ള പോൾ ഷൂ എന്ന് പറയുന്ന പോലെ, ആർമേച്ചർ കോർ, DC മെഷീൻസിന്റെ AC മെഷീൻസിന്റെ എന്ന് പറയുന്നത് പോലെ ട്രാൻസ്ഫോമർ കോറും മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കണ്ടക്ടൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കണ്ടക്ടൻസ് ഏറ്റവും കൂടുതൽ ആയിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് അത് ഹൈ
പെർമിയബിലിറ്റി മാഗ്നറ്റിക് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈ പെർമിയബിലിറ്റി മാഗ്നറ്റിക് മെറ്റീരിയൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സിലിക്കണിൻ്റെ കണ്ടന്റ് ഒരു പരിധിവരെ കൂട്ടാം. അതുപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്ററിസിസ് കോൺസ്റ്റന്റ് വളരെ താഴ്ന്നു വരികയും ചെയ്യും. അപ്പോൾ കോറിൻ്റെ പ്രത്യേകതകൾ വേണമെങ്കിൽ പറയാം. കോറ് സ്റ്റീൽ കോറാണ്, ലാമിനേറ്റഡ് കോർ ആയിരിക്കണം, അതുപോലെ ഹൈ സിലിക്കൺ കണ്ടന്റ് ആയിരിക്കണം. സ്റ്റീൽ കോർ എപ്പോഴും ഹൈ മാഗ്നറ്റിക് കണ്ടക്ടിവിറ്റി ഉള്ളതായിരിക്കണം. മിനിമം ഹിസ്റ്ററിസിസ് കോൺസ്റ്റന്റ് ഉള്ളതായിരിക്കും. അപ്പോൾ മിനിമം ഹിസ്റ്ററിസിസ് കോൺസ്റ്റന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം ഹിസ്റ്ററിസിസ് ലോസ് സംഭവിക്കുന്നു. ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എഡി കറന്റ് ലോസും കുറയ്ക്കും. അപ്പോൾ അയൺ ലോസ് എന്ന് പറയുന്ന ലോസിലുള്ള രണ്ട് സബ് ഡിവിഷൻസ്, രണ്ട് പിരിവാണ് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും. ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാനായി നമ്മൾ സിലിക്കൺ കണ്ടന്റ് കൂടുതലാക്കി ലോ ഹിസ്റ്ററിസിസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. എഡി കറന്റ് ലോസ് കുറയ്ക്കാനായി നമ്മൾ അതിൽ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ കോർ ഫീച്ചേഴ്സ്. അപ്പോൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ ആയാലും അതുപോലെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളായാലും ഈ പറഞ്ഞ രണ്ട് സെറ്റ് കോയിലുകളും ഒരു കോമൺ മാഗ്നറ്റിക് കോർ എന്നുള്ള ഈ കോറും അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇനി ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമറിൽ നമ്മൾ ആദ്യത്തെ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ നോക്കുകയാണ്. കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോർമർ. ഒന്ന് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ. കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ. അപ്പോൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളുടെ പ്രത്യേകത അവയെങ്ങനെ വിളിക്കാൻ കാര്യം, അതായത് അത്തരം ട്രാൻസ്ഫോർമറുകളുടെ കോറിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും വൈൻഡിങ്ങിനാൽ പൊതിയപ്പെട്ടിരിക്കും. അതാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ. പിന്നെ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ ദി മെജോറിറ്റി പോർഷൻ ഓഫ് ദി കോർ ഈസ് സറൗണ്ടഡ് ബൈ ദി കോയിൽ. അപ്പോൾ ഇവിടെ നോക്കാം, കോറിന്റെ ഇത്രയും പോർഷൻ, അതുപോലെ കോറിന്റെ റൈറ്റ് ലിംബിൽ ഇത്രയും പോർഷൻ. അപ്പോൾ ഏകദേശം ഒരു 75-80% അല്ലെങ്കിൽ 75% കോറിന്റെ ഭാഗങ്ങളെ വൈൻഡിങ് കൊണ്ട് പൊതിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈൻഡിങ് ആണ് കൂടുതലും കാണുന്നത്. എന്നിട്ട് രണ്ട് സൈഡിൽ മാത്രമേ കോറിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ദി മെജോറിറ്റി പോർഷൻ ഓഫ് ദി കോർ ഈസ് സറൗണ്ടഡ് ബൈ ദി കോയിൽ വൈൻഡിങ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറിന്റെ ഒരു സിമ്പിൾ കൺസ്ട്രക്ഷനിൽ ലെഫ്റ്റ് ലിംബിൽ പ്രൈമറി വൈൻഡിങ്ങും റൈറ്റ് ലിംബിൽ സെക്കൻഡറി വൈൻഡിങ്ങുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഓരോ ലിംബുകളിൽ ഓരോ സെറ്റ് വൈൻഡിങ്ങിന് വെച്ചിരിക്കും കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ. അപ്പോൾ ഈ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഈ കോറിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് സെക്കൻഡറി വൈൻഡിങ്ങിൽ എത്തും തീർച്ചയായിട്ടും. എന്നിട്ട് സെക്കൻഡറി വൈൻഡിങ്ങിൽ മ്യൂച്വലി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകും. എന്നാൽ when we are applying a voltage, alternating voltage here, there is a magnetic field set up here. That alternating magnetic field more or less 90% or more travels towards the secondary winding through the core. Core ഇവിടെ തന്നെ അത് പോകും. എന്നാൽ a little percentage
A little amount of magnetic flux takes their own path towards the secondary winding through the air. ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഏരിയയിൽ കൂടി പുറത്ത് വരും. അതിന് ലീക്കേജ് ഫ്ലക്സ് എന്നാണ് പറയുന്നത്. ലീക്കേജ് ഫ്ലക്സ് മെജോറിറ്റി മാഗ്നറ്റിക് ഫ്ലക്സും കൂടി കൂടി തന്നെ ട്രാവൽ ചെയ്ത് ഇപ്പുറത്ത് വരാം. എന്നാൽ കുറച്ച് സെറാമിക്സിൽ എയർ ഗ്യാപ്പിൽ കൂടി പോവും. അപ്പോൾ അതിന് നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുന്ന ലീക്കേജ് ഫ്ലക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കൺസ്ട്രക്ഷൻ നമ്മൾ അവലംബിക്കുന്നുണ്ട്. പ്രാക്ടിക്കലി ഇപ്പോഴിറങ്ങുന്ന മിക്കവാറും കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിൽ ഈ രീതിയാണ് അവലംബിക്കുന്നത്. ഇതിന് ഇന്റർലീവ്ഡ് വൈൻഡിങ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്റർലീവ്ഡ് വൈൻഡിങ്, ഇന്റർലീവ്ഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് വൈൻഡിങ്ങുകൾ, പ്രൈമറി വൈൻഡിങ്ങിന്റെ കുറച്ച് പോർഷൻ ലെഫ്റ്റ് ലിംബിലും ബാക്കി പോർഷൻ റൈറ്റ് ലിംബിലും, അതുപോലെ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ കുറച്ച് പോർഷൻ ലെഫ്റ്റ് ലിംബിലും ബാക്കി പോർഷൻ റൈറ്റ് ലിംബിലുമായിട്ട് കിടക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രണ്ട് ലിംബിലും പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ പ്രൈമറി വൈൻഡിങ് ഒരു ലിംബിൽ മാത്രമായി, സെക്കൻഡറി വൈൻഡിങ് മറ്റേ ലിംബിൽ മാത്രമായും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്കേജ് ഫ്ലക്സിന്റെ അളവ് കൂടുതലായതുകൊണ്ട് അത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് സെറ്റ് വൈൻഡിങ്ങുകൾ, അതായത് പ്രൈമറി വൈൻഡിങ് രണ്ട് ലിംബിലായിട്ടും സെക്കൻഡറി വൈൻഡിങ്ങും രണ്ട് ലിംബിലായിട്ടും വൈൻഡ് ചെയ്യും. ഇപ്പോൾ വേണമെങ്കിൽ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ഒരു HV വൈൻഡിങ്, ഹൈ വോൾട്ടേജ് വൈൻഡിങ്, 11 kV വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ലെയർ എന്നുള്ള രീതിയിലും, സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് 415 വോൾട്ടേജ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് ലോ വോൾട്ടേജ് വൈൻഡിങ് ആയതുകൊണ്ട് അത് ആദ്യം കോറിനോട് അടുത്ത് വൈൻഡ് ചെയ്യും. അപ്പോൾ LV വൈൻഡിങ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് വൈൻഡിങ് കോറിന് അടുത്തായിട്ട് ഒരു ലെയർ വൈൻഡ് ചെയ്തിട്ട് ഇപ്പുറത്ത് സെക്കൻഡറിയിൽ വൈൻഡ് ചെയ്ത് എടുത്തിട്ട് അതിന്റെ മേളിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് വേണ്ടി അങ്ങനെയുള്ള രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ലിംബ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വൈൻഡിങ് എന്ന് പറയുന്നത് ഇത് LV, അതിന്റെ മുകളിൽ അടുത്ത് എന്ന് പറയുന്നത് ഇത് HV, ഇങ്ങനെ വൈൻഡിങ്. അപ്പോൾ രണ്ട് വൈൻഡിങ്ങുകൾ രണ്ട് ലിംബിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വൈൻഡ് ചെയ്യുന്ന സമ്പ്രദായമാണ് ഇന്റർലീവ്ഡ് വൈൻഡിങ്. അങ്ങനെ ഇന്റർലീവ്ഡ് വൈൻഡിങ് എന്നുള്ള രീതിയിൽ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾ വൈൻഡ് ചെയ്ത് എടുക്കുമ്പോൾ ലീക്കേജ് ഫ്ലക്സിന്റെ അളവ് പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിൽ വൈൻഡിങ്ങുകൾ റെക്ടാങ്കുലർ ടൈപ്പ് വൈൻഡിങ്ങുകളായിരിക്കാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ് വൈൻഡിങ്ങുകളായിരിക്കാം, അല്ലെങ്കിൽ സർക്കുലർ സിലിണ്ടിക്കൽ ടൈപ്പ് വൈൻഡിങ്ങുകളായിരിക്കാം ഓരോ ലിംബിലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെറുതും ഇടത്തരവുമായിട്ടുള്ള ട്രാൻസ്ഫോർമറുകളിൽ റെക്ടാങ്കുലർ ടൈപ്പ് വൈൻഡിങ്, സിമ്പിൾ റെക്ടാങ്കുലർ ടൈപ്പ് വൈൻഡിങ് ആണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറിന് ചെയ്യുന്നത്. ഇനി കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളായാലും അതുപോലെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളായാലും വൈൻഡിങ് എന്ന് പറയുന്നത് ഫോർമർ വൗണ്ട് കോയിൽസ്, ഫോർമർ വൗണ്ട് കോയിൽസ് കൊണ്ടുള്ള വൈൻഡിങ്ങുകളാണ് ട്രാൻസ്ഫോർമറിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറിലും ഫോർമർ വൗണ്ട് കോയിൽസ് ആയിരിക്കും. ഫോർമർ വൗണ്ട് കോയിൽസ് എന്ന് പറഞ്ഞാൽ കോയിലുകൾ നേരത്തെ ചുറ്റി തയ്യാറാക്കി വെച്ച് അത് വാർണിഷൊക്കെ പുരട്ടി ഇൻസുലേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിട്ട് അതിനെ ഓരോ ലിംബുകളിലേക്കും ഇറക്കി വെക്കുന്ന ആ ഒരു സമ്പ്രദായമാണ് ഫോർമർ വൗണ്ട് കോയിൽസ്. നേരത്തെ ചുറ്റി തയ്യാറാക്കപ്പെട്ട് ചെയ്യുന്ന വൈൻഡിങ് ഫോർമറിന്റെ സൈഡാണ്. ഫോർമർ വൗണ്ട് കോയിൽസ് ആണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറിൽ ഉപയോഗിക്കുന്നത്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറിനും ഫോർമർ വൗണ്ട് കോയിൽസ് തന്നെ ആയിരിക്കും. അപ്പോൾ കോയിലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ആകാം, ഓവൽ ഷേപ്പ്ഡ് ആവാം, സർക്കുലർ, സിലിണ്ടറിക്കൽ ആവാം. ചെറുതും ഇടത്തരവുമായിട്ടുള്ള കോയിലുകളിൽ ചെറിയ രീതിയിലുള്ള റെക്ടാങ്കുലർ കോയിലുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ലാർജ് സൈസ് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിൽ സർക്കുലർ, സിലിണ്ടറിക്കൽ ടൈപ്പ് വൈൻഡിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മാൾ ആൻഡ് മീഡിയം അതിന് റെക്ടാങ്കുലർ കോയിലുകൾ, സ്മാൾ ആൻഡ് മീഡിയം ടൈപ്പ് ട്രാൻസ്ഫോർമേഴ്സ് റെക്ടാങ്കുലർ കോയിലുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ലാർജ് ട്രാൻസ്ഫോർമേഴ്സ്, ലാർജ് ടൈപ്പിന് സർക്കുലർ, സിലിണ്ടറിക്കൽ ടൈപ്പാണ്. സർക്കുലർ സിലിണ്ടറിക്കൽ ടൈപ്പ് കോയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോർമർ, അതിൽ രണ്ട് ടൈപ്പാണുള്ളത്. ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമേഴ്സ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ.
ആദ്യമായിട്ട് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ. കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകൾ എന്ന് വിളിക്കാൻ കാര്യം കോറിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും വൈൻഡിങ്ങിനാൽ പൊതിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ദി മെജോറിറ്റി പോർഷൻ ഓഫ് ദി കോർ ഈസ് സറൗണ്ടഡ് ബൈ ദി വൈൻഡിങ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോറിന്റെ ഇവിടുത്തെ കുറേ ഭാഗവും വൈൻഡിങ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്, കോറ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാരണയായി സിമ്പിൾ കോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിംബിൽ പ്രൈമറി വൈൻഡിങ്ങും റൈറ്റ് ലിംബിൽ സെക്കൻഡറി വൈൻഡിങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിൽ ഏതെങ്കിലും ഒരു ലിംബിൽ ഒരു വൈൻഡിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അത്. അപ്പോൾ അങ്ങനെ വൈൻഡ് ചെയ്ത ട്രാൻസ്ഫോർമർ ഉണ്ടാക്കി ഉപയോഗിച്ചപ്പോൾ ലീക്കേജ് ഫ്ലക്സ് കൂടുകയും എഫിഷ്യൻസി കുറയുകയും ചെയ്തു എന്ന് കണ്ടതുകൊണ്ട് ഇന്റർലീവ്ഡ് വൈൻഡിങ് ഉള്ള കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നു. ഇന്റർലീവ്ഡ് വൈൻഡിങ് ഉള്ള കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിൽ പ്രൈമറി വൈൻഡിങ്ങുകൾ സെക്കൻഡറി വൈൻഡിങ്ങുകൾ രണ്ട് ലിംബുകളിലുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കും. ഇപ്പോൾ സാധാരണ HV LV ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകളും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളും അവയ്ക്ക് LV വൈൻഡിങ് HV വൈൻഡിങ് ഉണ്ടായിരിക്കും. അതിൽ LV വൈൻഡിങ് കോറിനോട് തൊട്ടടുത്തും HV വൈൻഡിങ് ഈ LV വൈൻഡിങ്ങിന്റെ മുകളിലായിട്ടുമാണ് വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർലീവ്ഡ് വൈൻഡിങ് ഉള്ള കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറിൽ ലീക്കേജ് ഫ്ലക്സ് കുറയ്ക്കാൻ പറ്റും. ഇനി ട്രാൻസ്ഫോർമറുകളുടെ വൈൻഡിങ്ങുകളെല്ലാം ഫോർമർ കൊണ്ട് കോയിൽസ് ആയിരിക്കും. കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിൽ സാധാരണ ചേർന്ന് ഇടത്തരവുമായിട്ടുള്ള ട്രാൻസ്ഫോർമറുകളിൽ റെക്ടാങ്കുലർ ടൈപ്പ് വൈൻഡിങ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വലിയ സൈസ് ട്രാൻസ്ഫോർമറുകളിൽ സർക്കുലർ സിലിണ്ടറിക്കൽ ടൈപ്പ് കോയിലുകളാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഷെൽ ടൈപ്പാണ്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഇപ്പോൾ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമറിന്റെ വൗണ്ട് അസംബിൾഡ് കോറിന്റെ വൈൻഡിങ് ആ ഒരു സെറ്റ് വൗണ്ട് യൂണിറ്റ്, അതായത് കോറിന്റെ പുറത്ത് വൈൻഡിങ്ങും അല്ലെങ്കിൽ കോറും വൈൻഡിങ്ങും തമ്മിലുള്ള അസംബിൾഡ് യൂണിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈൻഡിങ്ങിനെ പുറത്ത് കാണാൻ പാടാണ്. വൈൻഡിങ് ഈ കോറിന് അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ കോറ് വൈൻഡിങ്ങിനെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ഷെല്ല് പോലെ ഒരു ആവരണം പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. നേരത്തെ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിൽ വൈൻഡിങ്ങാണ് ഇനി പുറമെ വിളിച്ചു കാണുന്നത്. കോറിന് വളരെ കുറച്ചേ കാണാൻ പാടുള്ളായിരുന്നു. ഇവിടെ കോറാണ് മൊത്തത്തിൽ കാണുന്നത്, വൈൻഡിങ് അകത്താണ് ഇരിക്കുന്നത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. അപ്പോൾ in shell type transformer, the majority portion of the winding is surrounded by the core. The majority portion of the winding is surrounded by the core. Winding ഉള്ളിലാണ്. ആ വൈൻഡിങ്ങിനെ ഇങ്ങനെ ഒരു ഷെല്ലിന്റെ ഒരു ആവരണം പോലെ പൊതിഞ്ഞിരിക്കുകയാണ് ഈ കോർ ചെയ്യുന്നത്. അതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഇനി ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിലും ഫോർമർ വൗണ്ട് കോയിൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫോർമർ വൗണ്ട് കോയിൽസ് ആണ് ഉപയോഗിക്കുന്നത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറിൽ. ഇതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഇപ്പോൾ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വൈൻഡിങ്ങിന് കാണാൻ പറ്റില്ല. ഈ കോറിന്റെ ഈ ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. മുകളിൽ നോക്കിയാൽ അതുപോലെ, ഈ സൈഡിൽ നോക്കിയാൽ അതുപോലെ തന്നെ. ഇത് പ്രൈമറി വൈൻഡിങ്, ഇത് സെക്കൻഡറി വൈൻഡിങ്. ഇപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിന്റെ ഭാഗം അകത്താണ്, ഇന്നർ സൈഡിലെ കോറിന്റെ ഇന്നർ പാർട്ടിലാണ് അത് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് പുറത്തൊരു ഷെല്ല് പോലെയാണ് അതിന്റെ കോർ ഇരിക്കുന്നത്. അപ്പോൾ മെജോറിറ്റി പോർഷൻ ഓഫ് ദി വൈൻഡിങ് സറൗണ്ടഡ് ബൈ ദി കോർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറിലും കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വൈൻഡിങ് എന്ന് പറയുന്നത് ഫോർമർ വൗണ്ട് കോയിൽസ് ആണ്. നേരത്തെ ചുറ്റി തയ്യാറാക്കി വെച്ചിരുന്ന അത് പ്രിപ്പയർഡ് ആയിട്ടുള്ള വൗണ്ട് കോയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർമർ വൗണ്ട് കോയിൽസ്, അങ്ങനെയുള്ള കോയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കോയിലുകൾ എന്ന് പറയുന്നത് മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പാണ്. മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പ് വൈൻഡിങ് ആണ് ഉപയോഗിക്കുന്നത്. മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറിൽ മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പ്. അപ്പോൾ ഈ വൈൻഡിങ്ങുകൾ പല ലെയറുകളായിട്ട് ഇരിക്കും.
ഇനി ഈ ഓരോ ലെയറും മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പിൽ ഓരോ ലെയറും തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല. ഓരോ ലെയർ, ആദ്യത്തെ ഒരു ലെയർ ഈ വൈൻഡിങ്ങിന്റെ ഒരു 10 ലെയർ ഉണ്ടെങ്കിൽ ആദ്യത്തെ ലെയർ വൈൻഡ് ചെയ്ത് അതൊരു ഡിസ്ക് രൂപത്തിലാക്കി പൂർണ്ണമായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ലെയർ, പിന്നെ മൂന്നാമത്തെ ലെയർ, പിന്നെ നാലാമത്തെ ലെയർ. 10 ലെയർ ഉണ്ടെങ്കിൽ 10 ലെയറും ഒരു സ്റ്റാക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, അടിക്കി വെച്ചതുപോലെ ഇരിക്കും. ഫോർമർ റൗണ്ട് കോയിൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ കോർ ടൈപ്പിലെ ഷെൽ ടൈപ്പിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷെൽ ടൈപ്പിൽ മൾട്ടി ലെയർ സ്റ്റാക്കുകളായിട്ടാണ് ഇരിക്കുന്നത്. ഓരോ ലെയറും തമ്മിൽ ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ കണക്ഷൻ റദ്ദാക്കിയിട്ടുണ്ട്. മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പ് വൈൻഡിങ് ഫോർമർ റൗണ്ട് കോയിൽസ് ആണ്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറയാൻ കാര്യം കോയിലിന്റെ ഒട്ടുമുക്കാൽ ഭാഗവും കോറിനാൽ പൊതിയപ്പെട്ടിരിക്കും. അതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ട്രാൻസ്ഫോർമറിന്റെ ഫംഗ്ഷൻ ഒരു സർക്യൂട്ടിൽ നിന്നും ഇലക്ട്രിക്കൽ പവർ മറ്റൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈൻഡിങ്ങുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സർക്യൂട്ട്. പ്രൈമറി വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് 11 kV ആണോ, അല്ലെങ്കിൽ 120 kV ആണോ, അല്ലെങ്കിൽ 220 kV ആണോ, അതൊക്കെ ഓരോ സർക്യൂട്ടുകളായിട്ടാണ് നമ്മൾ വീക്ഷിക്കുന്നത്. ട്രാൻസ്ഫോർമറുകൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളും ഉണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ റോഡ് സൈഡിലേക്ക് KSCB വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ എന്ന് പറയുന്നത് അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളാണ്. അതായത് ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് അറൈവ് ചെയ്യുന്ന 11,000 വോൾട്ടേജ് റേഞ്ചിലുള്ള ഒരു ഇലക്ട്രിക്കൽ പവർ, ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക്കൽ പവർ അതിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുകയും നമുക്ക് ആവശ്യമുള്ള 415 വോൾട്ടേജ് എന്ന ആ ഒരു 3 ഫേസ് വോൾട്ടേജിനെ താഴ്ത്തി പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, പവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ എന്നുള്ളത്, പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നതായിരിക്കും ശരി. പവർ ട്രാൻസ്ഫർ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫോർമർ ചെയ്യുന്നു, അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സർക്യൂട്ടിലേക്ക് ഒരു പവർ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കൊടുക്കുന്നു, മറ്റേ സർക്യൂട്ടിൽ നിന്നും പവർ വേറൊരു വോൾട്ടേജിലും വേറൊരു കറണ്ടിലുമാണ് അത് എടുക്കുന്നത്. പക്ഷേ എങ്കിൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറൊരു സർക്യൂട്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്തുന്നില്ല. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്തുന്നില്ല. ഒരിക്കലും ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്ഫോർമറിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ് കറണ്ട് ഉയർത്താനും താഴ്ത്താനും, ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും, ഡയറക്റ്റ് കറണ്ട് രൂപത്തിലുള്ള ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫോർമറിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ട്രാൻസ്ഫോമർ അതിൽ വർക്ക് ചെയ്യത്തുമില്ല. അതായത് ട്രാൻസ്ഫോർമർ മ്യൂച്വൽ ഇൻഡക്ഷൻ സ്വായത്തമാക്കണമെങ്കിൽ ഒരു വൈൻഡിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മുഖാന്തരം ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണം. നമ്മളൊരു ഡയറക്റ്റ് കറണ്ട് സിസ്റ്റമാണ് അതിൽ കണക്ട് ചെയ്തെങ്കിൽ ആ DC വോൾട്ടേജ് അതിനകത്തൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഉണ്ടാക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സെക്കൻഡിൽ മറ്റൊരു പുതിയ വോൾട്ടേജ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ട്രാൻസ്ഫോർമറിൽ ഒരിക്കലും DC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്നു പ്രൈമറിയിൽ, സെക്കൻഡിൽ പുതിയ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ലെവലിലേക്ക് വരുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫ്രീക്വൻസി വ്യത്യാസം വരുത്തുന്നില്ല. ഇനി ട്രാൻസ്ഫോർമറുകൾ വോൾട്ടേജ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. വോൾട്ടേജ് ഉയർത്തുമ്പോൾ കറണ്ട് ഉയരുകയും, വോൾട്ടേജ് ഉയർത്തുമ്പോൾ കറണ്ട് താഴുകയും, ട്രാൻസ്ഫോർമർ വോൾട്ടേജ് താഴ്ത്തുമ്പോൾ കറണ്ട് ഉയരുകയും ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫോർമർ raises or lowers the voltage with a corresponding decrease or increase of current. Working principle, mutual induction. ഇനി ട്രാൻസ്ഫോർമറിലെ എസെൻഷ്യൽ പാർട്സ്. അപ്പോൾ ട്രാൻസ്ഫോർമറുകൾക്ക് പ്രധാനമായി 2 ഭാഗങ്ങളാണ് ഉള്ളത്. അത് 2 സെറ്റ് വൈൻഡിങ്. ട്രാൻസ്ഫോർമറിന് 2 സെറ്റ് വൈൻഡിങ്. പിന്നെ ഈ 2 സെറ്റ് വൈൻഡിങ്ങുകളും ഒരു കോമൺ മാഗ്നറ്റിക് കോർ, ഒരു സ്റ്റീൽ ലാമിനേറ്റഡ് കോറിൽ വൈൻഡ് ചെയ്ത് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 സെറ്റ് കോയിലുകൾ, അതുപോലെ ഒരു ലാമിനേറ്റഡ് സ്റ്റീൽ കോർ, ഇത് രണ്ടും ട്രാൻസ്ഫോർമറിൻ്റെ എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് കോയിലുകൾക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകത? കോയിലുകൾക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകത അത് ഇൻസുലേറ്റഡ് കോയിലുകളായിരിക്കണം, ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കണം. ഹൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉള്ള ഇൻസുലേറ്റഡ് കോയിലുകളാണ്. ഈ 2 കോയിലുകൾ തമ്മിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഈ 2 കോയിലുകളും കോറും തമ്മിൽ ഇൻസുലേഷൻ ഉണ്ടായിരിക്കണം. 2 കോയിലുകൾക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല,
2 കോയിലുകളും കോറുമായിട്ടും ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല. ഇനി കോർ എന്ന് പറയുന്നത് ഒരു ലാമിനേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കണം. ലാമിനേറ്റഡ് സ്റ്റീൽ കോറാണ്. ലാമിനേറ്റഡ് സ്റ്റീൽ കോർ എന്ന് പറയുമ്പോൾ ആ സ്റ്റീൽ കോറ് ഹൈ പെർമിയബിലിറ്റി ഉള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നതുമായിരിക്കണം. ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് കോറിലുണ്ടാകുന്ന കോർ ലോസ് എന്നറിയപ്പെടുന്ന എഡി കറന്റ് ലോസ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കോറിലുണ്ടാകുന്ന മറ്റൊരു കോർ ലോസ് എന്ന് പറയുന്നത് ഹിസ്റ്റെറിസിസ് ലോസ് ആണ്. ഈ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാനായിട്ട് ട്രാൻസ്ഫോർമർ കോർ ഉണ്ടാക്കുമ്പോൾ ട്രാൻസ്ഫോർമർ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻസ് എന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അത് സ്റ്റീൽ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ സ്റ്റീലിനോടൊപ്പം ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് സിലിക്കൺ, ഒരു ചെറിയ പെർസെൻറ്റേജ് കാർബൺ എന്നിവ കൂടെ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമർ ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻ എന്ന പുതിയ ട്രാൻസ്ഫോർമർ കോർ മെറ്റീരിയൽ ഉണ്ടാകും. അതിന് ഹൈ പെർമിയബിലിറ്റി, അതായത് ഹൈ മാഗ്നറ്റിക് കണ്ടക്ടിവിറ്റി എന്ന ക്വാളിറ്റി അതുണ്ടാകും. അതുപോലെ തന്നെ സ്റ്റീൽ കോറിൽ സംഭവിക്കാവുന്ന ഹിസ്റ്റെറിസിസ് ലോസ് പരമാവധി കുറയ്ക്കാൻ പാകത്തിനുള്ള ലോ ഹിസ്റ്റെറിസിസ് കോൺസ്റ്റന്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫോർമർ കോറിന് ലാമിനേറ്റഡ് കോർ ആയിരിക്കണം, ഹൈ പെർമിയബിലിറ്റി വേണം, ലോ ഹിസ്റ്റെറിസിസ് കോൺസ്റ്റന്റ് ഇത് ഉണ്ടായിരിക്കും. ഇനി അടുത്ത് ട്രാൻസ്ഫോമറിൻ്റെ 2 പ്രധാനപ്പെട്ട കൺസെഷണൽ രൂപങ്ങൾ. ഒന്ന് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ, മറ്റേത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറുകളിൽ ട്രാൻസ്ഫോമറിൻ്റെ കോറിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും വൈൻഡിങ്ങിനാൽ പൊതിയപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് അതിന് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സിമ്പിൾ കൺസെഷനിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ട്രാൻസ്ഫോമർ കോറിൻ്റെ ലെഫ്റ്റ് ലിംബിൽ പ്രൈമറി വൈൻഡിങ്ങും റൈറ്റ് ലിംബിൽ സെക്കൻഡറി വൈൻഡിങ്ങും കണക്ട് ചെയ്യുന്ന രീതിയാണ്. ലെഫ്റ്റ് ലിംബിൽ പ്രൈമറി വൈൻഡിങ്, റൈറ്റ് ലിംബിൽ സെക്കൻഡറി വൈൻഡിങ്ങും കണക്ട് ചെയ്താൽ പ്രൈമറി വൈൻഡിങ്ങിൽ നമ്മളൊരു ഇൻപുട്ട് AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് കോറിൽ കൂടെ സെക്കൻഡറി സൈഡിലേക്ക് വരും. എന്നാൽ ഒരു ചെറിയ പെർസെൻറ്റേജ് മാഗ്നറ്റിക് ഫ്ലക്സ് എയർ ഗ്യാപ്പിൽ കൂടി കടന്നു പോവുകയും ചെയ്യും. അങ്ങനെ എയർ ഗ്യാപ്പിൽ കൂടി കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഒട്ടുമുക്കാലും നമുക്ക് ലോസ് ആയിട്ടാണ് പോകുന്നത്. അത് എത്തേണ്ടടുത്ത് എത്തുന്നില്ല. എയർ ഗ്യാപ്പ് വഴി സെക്കൻഡറിയിലേക്കാണ് അത് പോകുന്നതെങ്കിൽ സെക്കൻഡറിയുടെ സൈഡ് എത്തുമ്പോഴേക്ക് എയർ ഗ്യാപ്പ് മൊത്തത്തിൽ എയറിൻ്റെ റിലക്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് നഷ്ടമായി പോകും. അപ്പോൾ ലീക്കേജ് ഫ്ലക്സ് കുറയ്ക്കാനായിട്ട് ലെഫ്റ്റ് ലിംബിൽ മാത്രം പ്രൈമറിയും റൈറ്റ് ലിംബിൽ മാത്രം സെക്കൻഡറിയും എന്നുള്ള ആ ഒരു രീതി ഒഴിവാക്കിക്കൊണ്ട് ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും പ്രൈമറി, അതുപോലെ ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും സെക്കൻഡറി, 2 വൈൻഡിങ്ങുകളെ 2 ലിംബിൽ അക്കോമഡേറ്റ് ചെയ്യും. അതിന് ഇന്റർലീവ്ഡ് കൺസെഷൻ എന്ന് പറയും. ഇപ്പോൾ ഇന്റർലീവ്ഡ് കോർ ടൈപ്പ് കൺസെഷനാണ് വളരെ പ്രചാരത്തിലുള്ളത്. ഇനി ട്രാൻസ്ഫോർമർ കോർ ടൈപ്പായി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വൈൻഡിങ്ങുകൾ എപ്പോഴും ഫോർമർ വൗണ്ട് കോയിൽസ് ആയിരിക്കും. ഈ ഫോർമർ വൗണ്ട് കോയിൽസ് സർക്കുലർ സിലിൻഡ്രിക്കൽ ടൈപ്പും ആകാം, അതുപോലെ തന്നെ മറ്റ് റെക്ടാങ്കുലർ ഷേപ്പിലുള്ളത്, അതുപോലെ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ളത്, ഓവൽ ഷേപ്പിലുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഷേപ്പിലുള്ള വൈൻഡിങ്ങുകളുണ്ട്. സാധാരണ ചെറുതും ഇടത്തരവുമായിട്ടുള്ള കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിൽ അവയുടെ വൈൻഡിങ്ങുകൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ റെക്ടാങ്കുലർ കൺസെഷനാണ്. എന്നാൽ ലാർജ് സൈസ് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളുടെ വൈൻഡിങ് സർക്കുലർ സിലിൻഡ്രിക്കൽ ഫോമിലാണ് വൈൻഡിങ്. അടുത്തത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ. ഷെൽ ടൈപ്പ് കൺസെഷനിൽ ട്രാൻസ്ഫോർമറിൻ്റെ വൈൻഡിങ്ങിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും കോറിനാൽ പൊതിയപ്പെട്ടിരിക്കും. ഒറ്റ നോട്ടത്തിൽ ട്രാൻസ്ഫോർമറിൻ്റെ ആ ഒരു അസംബിൾഡ് യൂണിറ്റിൽ നമുക്ക് പുറത്ത് കോറ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇന്നർ സൈഡിലാണ് വൈൻഡിങ് വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറുകളിലും ഫോർമർ കൊണ്ട് കോയിൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമറിലെ കോയിലുകളുടെ നിർമ്മാണത്തിന് അവലംബിച്ചിരിക്കുന്നത് അതായത് മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പ് വൈൻഡിങ് സമ്പ്രദായമാണ്. മൾട്ടി ലെയർ ഡിസ്ക് ടൈപ്പ് വൈൻഡിങ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ മൊത്തം വൈൻഡിങ് ഒരു പാൻ കേക്ക് മാതിരി ഷേപ്പിലിരിക്കും. മൊത്തം വൈൻഡിങ്ങിന് ഒരു പാൻ കേക്കിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അതിൽ ചെറിയ 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 അനേകം ലെയറുകളുണ്ട്. ഓരോ ലെയർ വൈൻഡിങ്ങുകളും ഓരോ ഡിസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അവ തമ്മിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കും, ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ ലെയർ രണ്ടാമത്തെ ലെയർ തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഉണ്ടായിരിക്കും, ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവ തമ്മിൽ അവസാനം ഒരു ടെർമിനൽ കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, അവയുടെ കോർ ടൈപ്പിൻ്റെ ഷെൽ ടൈപ്പിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്.